നമ്മൾ നേരത്തെ വന്ന് പറഞ്ഞിട്ട് പോയ പോയിന്റ് പട്ടികയുടെ കാഴ്ചയൊന്നുമല്ല ഇപ്പോൾ കാണാനുള്ളത് എന്നുള്ളതും നമ്മുടെ പ്രേക്ഷകരെ ആദ്യം തന്നെ അറിയിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ കണക്കിൽ ആ ടോപ്പ് 3 എന്ന് നമ്മളെപ്പോഴും പറയും അല്ലേ, ആ ടോപ്പ് 3 വരെ മാറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ ഏതാണ്ട് ഇന്ന് ഉച്ചവരെ 3 മണി വരെ സമയത്ത് ആദ്യമുണ്ടായിരുന്നത് കണ്ണൂരും, രണ്ടാമത് തൃശ്ശൂരും, മൂന്നാമത് കോഴിക്കോടുമായിരുന്നെങ്കിൽ ആ മൂന്നാം സ്ഥാനത്തേക്ക് പുതിയ ഒരു ആൾ വന്നു ചേർന്നിട്ടുണ്ട്. ആരാണ് കാവ്യ? പുതിയ ആളല്ല, കലോത്സവത്തിലെ പഴയ ചാമ്പ്യനാണ്. പാലക്കാട് അതെ പാലക്കാട് 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് 308 പോയിന്റുമായി കണ്ണൂരാണ്, 2-ാം സ്ഥാനത്ത് 305 പോയിന്റുമായി തൃശ്ശൂരും, ഒപ്പം 3-ാം സ്ഥാനത്ത് 303 പോയിന്റുമായി പാലക്കാട്. കോഴിക്കോടിനോട് കേറിവാ എന്ന് വീണ്ടും പാലക്കാട് പറഞ്ഞു. എന്തായാലും അതിഗംഭീരമായി വീറും വാശിയുമേറിയ പോരാട്ടം. നമ്മൾ ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ 270 സംതിങ് പോയിന്റ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 300ലേക്ക് മുന്നോട്ട് പറഞ്ഞിരുന്നു. അതെ, നമ്മുടെ പ്രൊഡിക്ഷനും തെറ്റിയില്ല. അയൽ ജില്ലകൾ തമ്മിലുള്ള അതിവാശിയേറിയ പോരാട്ടത്തിലേക്കൊക്കെ എല്ലാ കലോത്സവത്തിന്റെയും ഫിനാലെ നമ്മൾ കാണുന്നത് പോലെ തന്നെ, ഫോട്ടോ ഫിനിഷ് നമ്മൾ കാണുന്നത് പോലെ തന്നെ പോകുകയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു 2-ാം ദിവസം ട്രെൻഡ് പ്രവചിക്കാനായിട്ടില്ല എങ്കിൽ കൂടിയും പറയാനുള്ളത്. ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും പാലക്കാടും ഒക്കെ തമ്മിലുള്ള വീറും വാശിയുമേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ ഞായറാഴ്ച വൈകുന്നേരം വലിയൊരു ജനത്തിരക്ക്, സെൻട്രൽ സ്റ്റേഡിയം ആകെ നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ച. പ്രധാന വേദിയായ MT നിലയിലൊക്കെ അടിപൊളി പ്രോഗ്രാമുകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 25 വേദികളും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ്. 25 വേദികളിൽ 249 മത്സരങ്ങൾ ആകെ നടക്കുന്നു. 15,000-ത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കാൻ എത്തുന്നു. അതിന്റെ ആവേശമുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ എന്നതിൽ എല്ലാ വർഷത്തെയും പോലെയും ഈ തവണയും അത് ആവർത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് ഉറപ്പാണ് ഫോട്ടോ ഫിനിഷ് ഷുവർ ആണ്. ആദ്യമാരെ എന്ന ചോദ്യത്തിന് ഒരു പ്രഡിക്ഷൻ ഒന്നും നടത്താൻ നമ്മൾ മുതിരുന്നില്ല. പക്ഷേ ഫോട്ടോ ഫിനിഷ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് കലോത്സവത്തിൽ, അതിന് യാതൊരു കുറവുമില്ല. എന്ന് മാത്രമല്ല ഈ 4 ജില്ലകളാണ് എപ്പോഴും ആ തരംഗത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നത്. എന്തായാലും അന്ന, നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊപ്പം നമ്മുടെ ഒരു സംഘാംഗം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും, ഞങ്ങൾ പവലിയന്റെ ഫ്രണ്ടിലാണ്, സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും MT നിലയ്ക്ക് പ്രധാന വേദിക്ക് മുന്നിൽ നിന്നും ഷീജ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഷീജ, പോയിന്റ് നില അനുനിമിഷം മാറി മറിയുന്ന കാഴ്ചകളിലേക്കൊക്കെയും ആ പോയിന്റ് നിലയുടെ മാറി മറിയുന്ന ആവേശത്തിലേക്കൊക്കെയും കലോത്സവം മാറി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നൊരു ഞായറാഴ്ച വലിയൊരു ജനത്തിരക്കടക്കം നമ്മൾ പ്രതീക്ഷിച്ച ജനപ്രിയ ഇനങ്ങളെല്ലാം ഇങ്ങനെ കൊട്ടിക്കയറി മുന്നോട്ട് പോകുന്ന ആവേശ കാഴ്ചകളാണ്. ഷീജ പറയൂ. ഏതായാലും മത്സരങ്ങൾ വലിയ നിലയിൽ തന്നെ ഓരോ വേദികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇതിൽ പ്രധാന വേദികളിലെല്ലാം ഗ്ലാമർ ഇനങ്ങൾ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയായിട്ടുള്ള MT നിലയിലാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ മോഹിനിയാട്ടമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഓരോ കളികളിലും എടുത്തു പറയേണ്ടത് ഇതുവരെ ഇല്ല വിജിനാരി തീരുമാനിച്ചിരുന്നത് 2-ാം വേദിയിലാണ്. അവിടെ വലിയ രീതിയിലാണ് കാണികൾ ഈ തിരുവാതിരകളിൽ കുട്ടികളുടെ ഓരോ പ്രകടനത്തിനെയും വരവേറ്റത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊപ്പം തന്നെ അല്പസമയത്തിനകം മറ്റൊരു ഗ്ലാമർ ഇനമായിട്ടുള്ള നാടോടി നൃത്തം കൂടി തുടങ്ങുകയാണ്. ഏതായാലും മേളയെ കലോത്സവത്തെ ഇളക്കി മറിക്കുന്ന മറ്റൊരു പ്രകടനമാണ് ഈ നാടോടി നൃത്തത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും അതിലൊക്കെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന തീമുകൾ, വിഷയം അത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഇത്തവണത്തെ കലോത്സവവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുമ്പോൾ ഒരു അതിജീവനത്തിന്റെ കലോത്സവമാണ് ഇത്തവണത്തേത് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് നമുക്ക് ഓരോ പെർഫോമൻസിലും കുട്ടികളുടെ, അതിപ്പോൾ ഏതാണ് എന്നില്ല, നാടകമാണെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇവിടെ നീണ്ട, അതായത് പുലർച്ചയോളം നീണ്ട നാടോടി സംഘനൃത്തമാകട്ടെ, അതിലൊക്കെ നമുക്ക് ആ വിഷയം കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ആ ദുരന്തം അത് നമുക്ക് കാണുവാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഈ രീതിയിൽ മത്സരങ്ങൾ 25 വേദികളിലും രാവിലെ 9 മണിക്കും 9:30 കൂടിയാണ് ഓരോ വേദികളിലെയും മത്സരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ മത്സരങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അപ്പീലുകൾ ഉണ്ടെങ്കിൽ പോലും
മത്സരങ്ങൾ ഒക്കെ അതിൻ്റെ ഏകദേശ സമയക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിൽ വലിയ രീതിയിൽ സംഘാടകർ ആ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ കാലതാമസമില്ലാതെ മത്സരങ്ങൾ അവസാനിപ്പിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഈ വെയിൽ വലിയ അതികഠിനമായ വെയിലാണ്. ആ വെയിലിനെ അതിജീവിച്ചു പോലും ഓരോ വേദികളിലും നിറയെ സാന്നിധ്യമാണ് ഈ കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങൾ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും MT നിലയ്ക്ക് മുന്നിൽ നിന്നും കാഴ്ചവെച്ചത്.